ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. യുടെ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ അടുപ്പിച്ച് 4 ദിവസം നമുക്ക് ഹോളിഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹോളിഡേ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ട്രിപ്പ് പോകണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഫൈനലി ആ ദിവസം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൺഡേ ആണ് കേട്ടോ പോകുന്നത്. സൺഡേ ഉച്ചയ്ക്കൊരു 1:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം അമീന് സൺഡേ 2 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളത് സേവയുടെ ഓഫീസിലേക്ക് വന്ന് അൽവാനിലുള്ള. അപ്പോൾ നമ്മൾ വന്നൊരു 10 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ അമീൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അമീൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അമീനെയും കൂട്ടിയിട്ട് നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണ്. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ പോകുന്നത് ഒമാനിലെ കസബിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ റാസൽ ഖൈമയിൽ അൽദാർ ബോർഡറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് ഒമാനിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. അതുകൊണ്ട് തന്നെ അതേ റോഡിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റാസൽ ഖൈമ എത്തുന്ന വരെയും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ട്രാഫിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും ഒമാനിലേക്ക് പോവുകയാണോ എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ മുന്നിൽ അത്യാവശ്യം ട്രാഫിക്ക് ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ. റാസൽ ഖൈമ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ബോർഡറിലും വലിയൊരു തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചിട്ട് കഴിക്കാൻ പോകാനുണ്ട്. ഇത് അമ്മയും കൊണ്ടുവന്നതാണ് കേട്ടോ. ഒമാൻ ഹൽവയാണ്. നല്ല ടേസ്റ്റ് ആണെന്നുണ്ടോ. നിറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ടെക്സ്ചർ കുറച്ചൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാണ് ടേസ്റ്റ് ചെയ്യാനിരിക്കുന്നതെന്ന് കണ്ടില്ലേ? ആയതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മധുരമുള്ള സാധനങ്ങൾ. ആയതും എന്നെപ്പോലെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇക്കാക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. എന്നാലും അലുവയൊക്കെ കഴിക്കും കേട്ടോ. അതിന് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ആയതിനും ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ മസ്കറ്റിൽ പോയപ്പോഴത്തേക്ക് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്കറ്റിലേക്ക് ഒമാനിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, വിസ എടുക്കണോ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഇപ്പോൾ റെസിഡൻറ്റ് വിസക്കാരുടെ കാര്യം എനിക്കറിയാം, അത് പറയാം. വിസിറ്റ് വിസക്കാരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും കൊടുത്തിട്ട് അവിടെ എക്സിറ്റ് അടിക്കണം. അപ്പോൾ എക്സിറ്റ് അടിക്കുമ്പോൾ നമ്മുടെ പോണ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാർഡും കൂടെ അവിടെ ചോദിക്കും. അതായത് മുൾക്കിയ. അപ്പോൾ അതും അവിടെ കൊടുക്കണം. പിന്നെ എക്സിറ്റ് ഫീസ് ഉണ്ട്. ഒരാൾക്ക് 30 ദിറംസ് വെച്ചിട്ട് ഞങ്ങൾ 4 ആൾക്കും 120 ദിറംസാണ് അവിടെ പേ ചെയ്യേണ്ടി വന്നത്. പിന്നെ നമ്മുടെ വിസയ്ക്ക് 3 മാസത്തെ വാലിഡിറ്റിയും കൂടെ കാണണം കേട്ടോ. അപ്പം നമ്മൾ എക്സിറ്റ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒമാനിലെ ബോർഡറിലേക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കാറിന് ഇൻഷുറൻസ് അവർ ചോദിക്കും. അപ്പം നമുക്ക് ഇൻഷുറൻസ് നേരത്തെ വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഇൻഷുറൻസിന് 3 ദിവസത്തേക്ക് 100 ദിറംസാണ് കേട്ടോ. 100 ദിറംസ് കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. ഇൻഷുറൻസ് എടുത്തിട്ട് ആ പേപ്പറുമായിട്ട് നമ്മൾ അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും കൊടുക്കുമ്പോൾ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒമാനിലേക്ക് എൻട്രി ചെയ്യാം. പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല കേട്ടോ വിസയ്ക്ക്. പിന്നെ വിസിറ്റ് വിസക്കാരുടെ കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ വിസ ഇവിടെ എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ച് യുഎയിലേക്ക് വരാൻ യുഎ വിസ വേണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എനിക്കറിയത്തില്ല. റെസിഡൻറ്റ് വിസക്കാരുടെ കാര്യം ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷാം എന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഷാം എന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഇക്ക തള്ളുവാണ്. അത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാടെ തള്ളലും കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ബാക്കിയുള്ള യാത്ര തുടരുന്നത്. പിന്നെ റാസൽ ഖൈമയിലേക്ക് എത്തുമ്പോഴും നമുക്ക് നല്ല സൂപ്പറായിട്ട് ജബൽ ജയ്സ് കാണാൻ പറ്റും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ റാസൽ ഖൈമ എന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം റാസൽ ഖൈമയിൽ എനിക്ക് നാട് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പുകളും കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പും അങ്ങനെ അതൊക്കെ കാണുമ്പം കുറച്ച് ശാന്തമായ അന്തരീക്ഷം അതൊക്കെ കാണുമ്പോൾ എനിക്ക് നാട് പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ റാസൽ ഖൈമ. ഇക്കാടെ ബ്രദറൊക്കെ മുന്നേ അവിടെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് റാസൽ ഖൈമ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ബോർഡറിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ബോർഡറിൽ പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ബോർഡറിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അവർ പ്രത്യേകം തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല എന്നൊക്കെ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഇക്കായും അമീനും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അവരുടെ വഴക്ക് കാരണം ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ബോർഡറിലേക്ക് എത്തിയിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാവ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാവ ടേസ്റ്റ് ചെയ്യുന്ന ഐദുവിൻ്റെ മുഖമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഐദുവിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഒരു ഭയങ്കര ചവർപ്പാണ്. ഇതെങ്ങനെയാണ് ഇത്രയും ടേസ്റ്റായിട്ട് ആൾക്കാർ കഴിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കാവ ടേസ്റ്റ് ചെയ്തത്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഭയങ്കര കവർപ്പോ എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഭയങ്കര ടേസ്റ്റായിട്ട് എല്ലാവരും കുടിക്കുന്നതാണ്, പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഇവിടുന്ന് എക്സിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ ഒമാൻ ബോർഡറിലേക്ക് വന്നിട്ട് അവിടെയും നമ്മൾ എൻട്രി ചെക്ക് ചെയ്യും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ബോർഡർ ആയത് കാരണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് അങ്ങനെ ഒമാനിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇടത് സൈഡിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വലത് സൈഡിൽ നല്ല അടിപൊളി മൗണ്ടെയ്ൻസും കാണാൻ പറ്റും കേട്ടോ. ഇതിനിടയിലൂടെയുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അടിപൊളി എക്സ്പീരിയൻസുമാണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൺസെറ്റും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. നല്ല ചുമന്ന് തുടുത്ത സൂര്യൻ എന്നൊക്കെ പറയത്തില്ലേ, അത് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ ആ സൂര്യൻ്റെ ഒരു കളർ നോക്കേ, എന്താ അടിപൊളി. അപ്പോൾ നമ്മൾ പോകുന്നവർക്ക് ചെറിയൊരു ബീച്ച് പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബീച്ചിൻ്റെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് ദൂരമൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നിന്നു, പിന്നെ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡും കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്തിട്ട് ബ്രഞ്ചാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമീൻ വന്നപ്പോഴത്തേക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇക്കായും കൂടെ ആ ബിരിയാണി കഴിച്ചു. പിന്നെ ഐദുവിന് ഈ ബിരിയാണി ഒന്നും വേണ്ട, അവനത് പറ്റില്ല. അങ്ങനെ ഐദുവിന് ഞാൻ കുറച്ച് നഗറ്റ്സും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയും ഫ്രൈ ചെയ്തതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അതും കഴിച്ചു. ഞാനും ഇക്കായും അമ്മയും കൊണ്ടുവന്ന ഈ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട്, ബിരിയാണി അല്ല ഇതെന്താ പറയുക, ഒരു മന്തി പോലെയൊക്കെയാണ് കേട്ടോ ഇതിരിക്കുന്നത്, ചിക്കൻ്റെയാണ്. അപ്പോൾ അതും കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ എല്ലാം തിരിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ കസബിലേക്ക് പോവാണ്. അപ്പോൾ ദേ ഐദുവിന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുള്ളത് കാരണം ഞാൻ കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് ചെവിയിൽ വെച്ചെടുത്തിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ടിഷ്യൂ ആണ് ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്യാമ്പിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോർണജിത് മൗണ്ടനിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മൗണ്ടൻ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൗണ്ടൻ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം മൗണ്ടൻ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല. ഈവൻ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലും അവൈലബിൾ അല്ല കേട്ടോ. അപ്പം നമ്മളും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡ് നമ്മൾ അവിടെ പോയിട്ട് ഗ്രില്ല് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചായയും കോഫിയും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിത് മൗണ്ടൻ കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ യാത്ര അഗെയിൻ മൗണ്ടനിലേക്ക് തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ പേടിയുള്ള ആളുകൾക്കൊന്നും ഒരുപക്ഷെ അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അല്ലാതെ ഈ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പോൾ സമയം കണ്ടില്ലേ, 7:13 ഉള്ളൂ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാതിരാത്രി ആയൊരു ലുക്കാണ് കേട്ടോ. കൂരി ഇരുട്ടെന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രീറ്റ് ലൈറ്റോ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും ഇല്ല. ആകെ നമ്മുടെ കാറിൻ്റെ വെട്ടം ഉണ്ടല്ലോ, അതായത് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ കേട്ടോ. പിന്നെ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നത്. സാധാരണ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മളിതേ കയറി ഫൈനലി നമ്മളിത് മൗണ്ടൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ കടലും ഉണ്ട് കേട്ടോ. കടലും മൗണ്ടനും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമ്മൾക്ക് മുന്നേ തന്നെ കുറേ ആളുകളൊക്കെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപാട് തന്നെ കനൽ കത്തിച്ചിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് തുടങ്ങേണ്ടത്. കാരണം അത് കുറച്ച് സമയം എടുക്കുന്നതാണ്. കനൽ കത്തിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെൻറ്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്താണ് കേട്ടോ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഐദുവിൻ്റെ ഓട്ടവും ചാട്ടവും കൊണ്ട് ഐദു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ക്യാമ്പിംഗ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഐദു അതിന് ശേഷം എല്ലാ ദിവസവും ചോദിക്കാതെ എന്നാണ് നമ്മൾ എന്നാണ് പോണത്. ഇന്നലെ നമ്മൾ നാളെയാണ് പോകുന്നതെന്ന് പറഞ്ഞത് മുതൽ വീട്ടിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് വരെ 1000 തവണ അവൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾ തോന്നും 1000 തവണയോ കുറച്ച് തള്ളായിപ്പോയില്ലേന്ന്. ഒരിക്കലും അല്ല, 1000 തവണയും കൂടിയെങ്കിലേ ഉള്ളൂ. അത്രയും ഓരോ 5 മിനിറ്റ് ഇടവിട്ട് അവൻ വന്ന് ചോദിക്കുമായിരുന്നു എപ്പോഴാണ് പോകുന്നത് കേട്ടോ. കാരണം അവന് അത്രയും ഇഷ്ടമാണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ പോയിട്ട് വന്നതിന് ശേഷവും അവൻ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ അവന് അത്രയും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഗ്രില്ലിങ് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തത് ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്, ഇവിടുന്ന് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രോൺസും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമീൻ അവിടെ കനലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം കഴിയാറായി. അപ്പോൾ ആ സമയത്ത് ഞാനിത് വേഗം റെഡിയാക്കിയിട്ട് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ, അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ നല്ലതായിട്ട് കനലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. പിന്നെ കരിയാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതും അതിൽ പങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വകയായിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അവനിതൊക്കെ വലിയ ഇഷ്ടമാണ്. അവനിതൊക്കെ കഴിക്കുന്നതിലുപരി അവനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും അവൻ ആ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിയാറായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പ്രോൺസ് ഇങ്ങനെ സ്ക്യൂറിൽ കുത്തിയിട്ട് ഗ്രില്ലിലേക്ക് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിക്കൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കായും അമീനും കൂടെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കൈ കഴുകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാനൊരു മടി തന്നെയാണ് കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി വരുന്നവരെ നമ്മൾ ആ തണുപ്പത്തിരിക്കണ്ടേ, അതുകൊണ്ടാണ് കുറച്ച് മടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പ്രോൺസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഗ്രില്ലിലേക്ക് വെച്ചിട്ടാണ് വെച്ചത്, ഡയറക്റ്റ് വെച്ചില്ലേ. അങ്ങനെ അതൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ചന മസ്കാരയും പിന്നെ എഗ് സ്ക്രാമ്പിൾ ചെയ്തതും കൂടെയാണ് കേട്ടോ. ഇതും അമ്മയും കൊണ്ടുവന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുബൂസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുബൂസും ഈ ചനയും നമ്മളങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മയണൈസ് ബോട്ടിൽ വാങ്ങിച്ചതാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നില്ല. സാധാരണ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ പിന്നെ ഇത് ഇത്രയും ദൂരം യാത്ര ചെയ്യണമല്ലോ, അപ്പോൾ അത് കേടായാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ, ബോട്ടിലങ്ങ് വാങ്ങിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് പ്രോൺസും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളെല്ലാവരും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഇപ്പം നമ്മൾ 3 ആളും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. 3 ആളല്ല 4 ആൾ ഇതുകൊണ്ടല്ലോ. അപ്പം നമ്മൾ 4 ആളും കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ കുബൂസൊന്നും നമ്മളങ്ങനെ കഴിച്ചില്ല കേട്ടോ. അതൊക്കെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ ആടിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ പിന്നെ ആടുകളുണ്ട്, ഈ മലയുടെ മുകളിൽ നിറച്ച് ആടുകളുണ്ട്. രാവിലെ ആകുമ്പോൾ അതൊക്കെ താഴേക്ക് വരും കേട്ടോ. അപ്പം ബാക്കി വന്ന ഫുഡൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ചിക്കനും പ്രോൺസും എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി വന്നേക്കാം ഈ പറഞ്ഞതുപോലെ ആടിനും ഒക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, വയർക്ക് നിറഞ്ഞു. പിന്നെ ഇന്നിനി കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം ഇവിടെ കാഴ്ച കാണാനും ഒന്നും പറ്റില്ലല്ലോ, കാരണം രാത്രി ആയിട്ടുണ്ടായിരുന്നു, ലൈറ്റോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിറ്റേ ദിവസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കാൻ കേട്ടോ. നമ്മളെ ബെഡൊക്കെ എയറൊക്കെ ഫില്ല് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമീന് ടെൻറ്റിലല്ല കേട്ടോ, കാറിലാണ് കിടന്നുറങ്ങി. അവൻ കാറിൽ കിടന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് മടക്കി വെച്ചാൽ കാറിൽ നന്നായിട്ട് കിടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ അവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ടെൻറ്റ് അവൻ എടുത്തില്ല. അപ്പോൾ പിന്നെ ഇനി ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോൾ ഇനി രാത്രിയായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഓൾ.